വെൽക്കം ബാക്ക് ടു ധതുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജൂലൈ മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, നിങ്ങളുടെ എനർജി എന്തായിരിക്കും, ഈ ഒരു മാസത്തിലെ ഔട്ട്കം എന്തായിരിക്കും, അത് പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. അതിനായിട്ട് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക. കാർഡ് നമ്പർ 1 3 of മെറ്റീരിയൽസ്, ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ആൻഡ് കാർഡ് നമ്പർ 2 പേജ് ഓഫ് ഇമോഷൻസ്, അത് ഗ്രൂപ്പ് നമ്പർ 2 ആണ്. നിങ്ങൾ അതാണ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ആൻഡ് കാർഡ് നമ്പർ 3 ദ മജീഷ്യൻ, ദാറ്റ് ഈസ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 3 of മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഹലോ, വെൽക്കം ടു ഗ്രൂപ്പ് നമ്പർ 1 ജൂലൈ മന്ത് റീഡിംഗ് ആണ് നിങ്ങളുടെ എടുക്കാൻ പോകുന്നത്. ആൻഡ് ഇതാണ് നിങ്ങളുടെ ഗൈഡൻസ് കാർഡ്സ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. സക്സസ്, ഓക്കെ. പവർ, ഓക്കെ. വി ഗോട്ട് വൺ മോർ പവർ. സോ ഈ ഒരു മന്തിൽ നിങ്ങൾക്ക് വളരെയധികം പവർഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ കയ്യിലേക്ക് അതോറിറ്റി വരുന്നൊരു സമയമായിരിക്കും. ഓക്കെ, ഗ്രേറ്റ്. ആൻഡ് ദെൻ വി ഹാവ് വിസ്ഡം. ഓക്കെ, ഗ്രേറ്റ് എനർജി. യുറാനസ്, ചേഞ്ച്. ആൻഡ് 10 of voices വന്നിട്ടുണ്ട്. ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. And then we have the vision here. The energy is gaining momentum. And the unicorn guidance number 1 ആണ് വന്നിരിക്കുന്നത്. ആസ്പിറേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓവറോൾ ഒരു എനർജി പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മന്തിൽ വളരെയധികം പവർഫുള്ളായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. സക്സസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സക്സസ് നിങ്ങൾക്ക് ലഭിക്കുകയും അതിൻ്റെ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് നോളജ് നിങ്ങൾ ഈ ഒരു സമയം ഗെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പുതിയ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ബാക്ക് സ്റ്റാബിങ് അല്ലെങ്കിൽ ചീറ്റിംഗ്, അന്യായങ്ങൾ, അതിനൊക്കെ നിങ്ങൾക്ക് റീസൺ മനസ്സിലാവുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് സൊല്യൂഷൻ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ജീവിതത്തിൽ മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയം. നിങ്ങൾക്ക് ലക്ഷ്യം എന്താണ്, സോൾ പർപ്പസ് എന്താണ്, എൻ്റെ ഉള്ളിൽ എൻ്റെ ഇന്നർ വോയിസ് എന്നോട് എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി അതിനു വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം ലൈഫിൽ മേജറായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സക്സസ് ഇവിടെ അഷ്യൂർഡ് ആണ്. സന്തോഷകരമായിട്ടുള്ള സെലിബ്രേഷൻസിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ തന്നെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ, അത് മോസ്റ്റ് പ്രോബബ്ലി ഒരു പ്രൊമോഷൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പൊസിഷൻ ചേഞ്ച് അതിൻ്റെ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കാത്ത പെർസ്പെക്റ്റീവുകൾ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടെയാണ്. ഈ ഒരു വിഷൻ കാർഡ് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിനെ കുറിച്ച്, നിങ്ങളുടെ സോൾ പർപ്പസിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരു മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള ലക്ഷ്യം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാകും, നിങ്ങൾക്ക് ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെയൊക്കെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. നമ്മളുടെ ആത്മാവ് ഈ ഒരു ജന്മം എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ആക്ച്വലി നമ്മൾ ജന്മം എടുത്തു, നമ്മൾ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് നമ്മളത് മറന്നു പോവാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു മറവിക്ക് ഒരു മാറ്റം, അതായത്
ആത്മജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുപാട് സൈൻസ് തരുന്നതായിരിക്കും, സിൻക്രോണസിറ്റീസ് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഈ ഒരു മാസം. വളരെയധികം ഡിസ്കണക്റ്റഡ് ആയിട്ട്, കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു വ്യക്തിയാണോ എങ്കിൽ അതിന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. ശരിയായ ഡയറക്ഷനിലേക്ക് തന്നെ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സമയമായിരിക്കും. അതായത് നിങ്ങളുടെ ആത്മാവും മനസ്സും അലൈൻഡ് ആയിട്ട് ഒരേ ഡയറക്ഷനിൽ ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരുപാട് പൊട്ടൻഷ്യൽസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ മനസ്സിൽ പ്രത്യേകമായിട്ടൊരു ആഗ്രഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ യുവർ ഡ്രീം കം ട്രൂ എന്നുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ ഒരുപാട് സ്വപ്നം കാണാനും കൂടെയാണ് യൂണിക്കോൺ മെസ്സേജ് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിന് ഒരു ലിമിറ്റില്ല, അൺലിമിറ്റഡ് ആണ്. എയിം ഫോർ ദ സ്റ്റാർസ്. അപ്പോൾ അത്രയും അൺലിമിറ്റഡ് ആയിട്ട് സ്വപ്നം കാണാനായിട്ട്, അതായത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള സ്വപ്നമാണ്, പക്ഷെ അത് നടക്കില്ല എന്ന് നിങ്ങൾ വിധി എഴുതി നിങ്ങളത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ സ്വപ്നങ്ങളെല്ലാം പുറത്തെടുക്കുക, അതിനെ കുറച്ചുകൂടെ വിഷ്വലൈസ് ചെയ്ത് വലുതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക എന്നുള്ളതാണ്. എഫേർട്സും ഇവിടെ ആവശ്യമാണ്. ആ എഫേർട്ട് എടുക്കാനുള്ള വിസ്ഡം നിങ്ങളിലേക്ക് ഉണ്ടായി വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു ഡൈനോസേഴ്സിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് പവർ. നമുക്ക് 2 തവണയാണ് പവർ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡും ഒരു ഗ്രൗണ്ടും ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മൂല്യം ഉണ്ടാകാൻ പോവുകയാണ്. സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്റ്റ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് എടുക്കേണ്ട സമയമാണ്. എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയവും ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെ സാഹചര്യത്തിൻ്റെ പുറകെ ചേസ് ചെയ്തു പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇരുട്ടിനൊരു വെളിച്ചമുണ്ടാകുന്ന ഒരു സമയമാണ്. ആൻഡ് ഈ ഒരു പവർ, നമുക്ക് ഈ ഒരു മിന്നൽ, നമ്മളെപ്പോഴും ഇന്ദ്രൻ്റെ വജ്രായുധത്തെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ മിന്നലിനെ പറയുക. ഇന്ദ്രൻ്റെ വജ്രായുധത്തിനോളം ശക്തി ഉള്ളതായിട്ടുള്ള ഒന്നും തന്നെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത്രയും ഒരു മെൻ്റൽ സ്ട്രെങ്ത് നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് ഈ ഒരു വർഷത്തിൽ മേ ബി ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പോസിറ്റിവിറ്റിയാണ്, ഒരു ലൈഫ് ചേഞ്ചിങ് എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഏഞ്ചൽസ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. യെസ്, സോ ദിസ് ഈസ് വൺ ഓഫ് ദ പെർഫെക്റ്റ് മന്ത് ഓഫ് ദി ഇയർ ഫോർ യു ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങളുടെ ജീവിതത്തിൽ വെയിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് നടക്കാനായിട്ട് പോവാണ്. സോ ഇത്രയും കാലത്തെ നിങ്ങളുടെ ഒരു വെയിറ്റ് ഇസ് ഓവർ. ഇനി യു ക്യാൻ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇന്നർ വോയിസ് ലിസൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു ആൻസർ ഇവിടെ ലഭിക്കാൻ വേണ്ടി പോകുന്നു. ആൻഡ് ലെറ്റ്സ് ടേക്ക് ദ ടാരോ ഗൈഡൻസ് ഫോർ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എന്താണ്. പ്രൊഫഷണലി, ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു റെവല്യൂഷണറി ഒരു മന്ത് ആയിരിക്കും ഇത്. ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്സിലും നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാകുന്ന സമയമാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ, ഒരു സോൾമേറ്റിൻ്റെ ഒരു എൻട്രി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുന്നു. ഓ മൈ ഗോഡ്, സോൾമേറ്റ് കണക്ഷൻ ഇവിടെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇത് ചില വ്യക്തികൾ നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം എനർജിയാണ് എന്ന് വിചാരിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു മാരേജ് നിങ്ങൾക്ക് പോസിബിൾ ആകുന്ന സമയം ആണ്. ഓക്കെ, ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ട്വിൻ ഫ്ലെയിം ആൻഡ് സോൾമേറ്റ് തമ്മിലുള്ള ഒരു വ്യത്യാസം. സോൾമേറ്റ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സിമിലർ ആയിട്ടുള്ള
ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ ബിഹേവിയേഴ്സോ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും ഉണ്ടാവുക. എല്ലാം ഒരേപോലെയാണ് എന്നല്ല. എന്നാൽ ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി, മേ ബി അത് നിങ്ങളുടെ യഥാർത്ഥ ട്വിൻ ഫ്ലെയിം ആകണമെന്നില്ല. നമുക്ക് യഥാർത്ഥത്തിലുള്ള നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ലൈഫ് ടൈംസ് മുന്നേ തന്നെ അതിനുള്ള ഒരു സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതായത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്നത് പോലെ, അതായത് ട്വിൻ ഫ്ലെയിം ആണോ അല്ല, എന്നാൽ ആ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാനുള്ള ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ട്വിൻ ഫ്ലെയിമുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കുന്നതിന് മുമ്പുള്ള ഹീലിങ്സിന് വേണ്ടി ട്രിഗർ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവരെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പോളാർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ വളരെയധികം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ബട്ട് സ്റ്റിൽ എല്ലാ ഓപ്പോസിഷൻ്റെ ഇടയിലും നിങ്ങൾക്ക് വളരെയധികമായിട്ടുള്ള ഒരു അട്രാക്ഷനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് വൺ മോർ കാർഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയം കൂടെ ആയിരിക്കും. നിങ്ങളുടെ മനസ്സിനെ ഇത്രയും കാലം നിങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരുന്നു എങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന വഴിയെ പോകുന്നുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ നിങ്ങളുടെ ആത്മാവുമായിട്ട് അലൈൻഡാണ്. നിങ്ങളുടെ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയാനായിട്ട് തുടങ്ങുന്നത്. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു ജൂലൈ മന്ത് റീഡിങ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റെസനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഗൈഡൻസസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസ് ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഹീലിംഗ്, സ്പിരിച്വൽ ഹീലിങ്സ് ഇതൊക്കെ ആവശ്യമാണെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഗൈഡഡ് മെഡിറ്റേഷൻസും സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും സ്പിരിച്വൽ ഹീലിങ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ലോങ് വീഡിയോ ആയിട്ട് റീഡിങ് ആവശ്യമുണ്ട് എങ്കിൽ കോമൻറ്റ് സെഷനിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. സജഷൻസ് ആയിട്ട് നമ്മളതെല്ലാം കൺസിഡർ ചെയ്യുന്നതായിരിക്കും. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 പേജ് ഓഫ് ഇമോഷൻസ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 പേജ് ഓഫ് ഇമോഷൻസ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ്. ജൂലൈ മന്ത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള ഒരാക്കിൾ കാർഡ്സ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത്. Okay, we got freedom and then we got luck is on your side. Okay, so ഈ ഒരു മന്തിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് ലക്ക്? ആക്ച്വലി നമ്മൾ എടുക്കുന്ന ഓരോ നിർണയങ്ങളും ഓരോ ഡിസിഷൻസുമാണ് നമുക്ക് ലക്ക് ആയി മാറാൻ പോകുന്നത്. ഈവൻ ഫ്രം യുവർ പാസ്റ്റ് ലൈഫ് നിങ്ങൾ ചെയ്ത നല്ല കർമ്മകൾ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് നർച്ചർ, ഓക്കെ, ഡിലിജൻസ്, മാനിഫെസ്റ്റേഷൻ. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യത. സോ എന്താണ് നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ഹെൽത്ത്, ഐ ഓണർ ദ ഫിസിക്കൽ വെസൽ ദാറ്റ് എൻഷ്രൈൻസ് മൈ സോൾ. നിങ്ങളുടെ ആത്മാവിനെ ക്യാരി ചെയ്യുന്ന രഥമാകുന്ന നിങ്ങളുടെ ശരീരം, അതിനെ നിങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ക്ലീൻ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ക്ലീൻ റുട്ടീൻസ്
ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയം. Okay, then we have future and we have 6 of materials and strength. The sword. Okay. ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ അവൈറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പാഷൻ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. റൂട്ട് ചക്ര സ്ട്രോങ് ആവുന്നുണ്ട്. ഹാർട്ട് ചക്ര ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. പാസ്റ്റ് വൂൺസിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണത്? പാസ്റ്റിൽ നിന്നും നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എൻട്രി ലഭിക്കുകയാണ്. എങ്ങനെയുള്ള ഫ്യൂച്ചറാണ്? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ ട്രൂലി ഡിസയർ ചെയ്യുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു എൻട്രി ലഭിക്കാനായിട്ട് പോവാണ്. ഇവിടെ വേണ്ടത് എന്താണ്? നിങ്ങൾക്ക് സ്ട്രെങ്ത് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്, ഡിലിജൻസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു റെസിലിയൻസ്, മനോബലം, പേഷ്യൻസ്, അതുപോലെ അവസരങ്ങളെ വിനിയോഗിക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധി. കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ഒരു റിസൾട്ട് ഈൽഡ് ചെയ്യാനുള്ള സമയമാണ്. അത് ഏതൊരു പ്രവൃത്തിയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഗുണകരമായിട്ട് വരാൻ പോവുകയാണ്. കാരണം ഈ ഒരു പാടശേഖരം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം, നെൽകൃഷി കഴിഞ്ഞ് അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത ഒരു കൃഷി സമയം ഉണ്ടാകുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു സമയം മറ്റ് വെജിറ്റബിൾസ് ഒക്കെ ഗ്രോ ചെയ്ത് വിളവെടുക്കുന്നതായിട്ട് നമുക്കറിയാം. ആ ഒരു പീരീഡ് എങ്ങനെ ഉപയോഗിക്കാം? എന്നാൽ അവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലാണ്. എങ്കിൽ കൂടിയും ഇത് എങ്ങനെ ഉപയോഗിക്കാം, ആ ഒരു സമയത്ത് നിന്ന് നമുക്കൊരു ആദായം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കൃഷികളാണ്. എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ദൂരം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം എന്ത് ചെയ്ത് ഗുണമുണ്ടാക്കാം, നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്താണ്, അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. ഇത് സ്വോർഡാണ് വന്നിരിക്കുന്നത്. സ്വോർഡ് എന്ന് പറയുമ്പം ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ആണ്. ആ ചിന്തയിൽ മാറ്റം ഉണ്ടാകുന്നു. ഇത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കൊണ്ടുതരും. സമീപനത്തോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾക്ക് ഫിനാൻസ് കൊണ്ടുതരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്പെഷ്യലി ഇവിടെ ഫീമെയിൽസ് ആണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂം നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഐ കെൻ ആക്ച്വലി സീ എ ഹാൻസം ഹങ്ക്. ഓക്കെ, സോ ഈ ഒരു എനർജി ഇവിടെ, അതായത് നിങ്ങളുടെ മാരേജിലേക്ക് നിങ്ങളുടെ ദൂരം വളരെ കുറവായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പാകപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഒരു മാരേജിലേക്ക് പാകപ്പെടുത്തുക എന്നുള്ളതല്ല. നമ്മളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഫ്രീഡം നമ്മൾക്ക് തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ്. കാരണം ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളാണ് സ്വയം നമ്മൾക്ക് കൊടുക്കേണ്ടത്. മറ്റൊരു വ്യക്തിയോ മറ്റ് സെനാരിയോസ് ഒന്നും നമുക്ക് തരേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത് നമ്മളുടെ ആത്മാവിൻ്റെ ഒരു സ്വഭാവമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചാൽ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതാരെങ്കിലും നമുക്ക് കൊണ്ടുതരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ട് എന്ന് തോന്നുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടതും ഇവിടെ അനിവാര്യമാണ് എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക, അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഫിനാൻസ് ഗ്രോ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ സോൾ പർപ്പസ് നിങ്ങൾ കണ്ടെത്തുന്ന ഒരു എനർജി ഉണ്ട്. ലൈക്ക് എന്താണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും എന്തോ ഒരു കാര്യം എന്നിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്ന ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങുന്ന ഒരു എനർജി. ആൻഡ് ഒരു മാറ്റമാണ് നിങ്ങൾക്ക്, അതൊരു അബണ്ടൻസിലേക്കുള്ള ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽഡ് ആകുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതും. അതുപോലെ നിങ്ങളുടെ പ്രോബ്ലംസ് എന്ത് തന്നെയാണെങ്കിലും അതിന് നിങ്ങൾക്ക് സൊല്യൂഷൻസ് ലഭിക്കുന്നുണ്ട്. ശാന്തമായി ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സൊല്യൂഷൻസാണ് ലഭിക്കുന്നത്. ഈ ഒരു പിക്ചർ ഓർമ്മയിൽ വയ്ക്കുക എപ്പോഴും.
ബേർഡ്സ് ഐ വ്യൂവിലാണ് ഈ ഒരു പിക്ചർ തന്നെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വയലിൽ നിന്നുകൊണ്ട് വയലിൽ നോക്കി കാണുന്ന ഒരു രൂപമല്ല, ഈ ഒരു പക്ഷിയുടെ കണ്ണിൽ കൂടി ഇപ്പോൾ ഈ വയൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നൊരു രൂപം കുറച്ചുകൂടെ വിശാലമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ നിലയുറപ്പിച്ച് നിന്നുകൊണ്ട് പരിഹാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടില്ല. അതേസമയം ആ പ്രശ്നത്തിൽ നിന്നും ദൂരെ മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. A bird's eye view is very important while solving problem. അതുപോലെ you cannot heal at the same atmosphere where you got damaged. അത് മനസ്സിൽ വയ്ക്കുക. ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വേണ്ടി, അത് നമുക്ക് നോക്കാം. ഈ ഒരു മാസം നിങ്ങളുടെ ഓവറോൾ എനർജി ഇസ് വെരി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇമോഷണലി a ന്യൂ ബിഗിനിങ്, റിലേഷൻഷിപ്പിൻ്റെ എനർജിയൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഏഞ്ചൽസ് പറയുന്നത് കൂടി നമുക്ക് നോക്കാം. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ലക്ക് വഴി അട്രാക്റ്റ് ചെയ്യുന്നത്. അതിനെ ഉപയോഗിക്കേണ്ടതാണ്. ചൂസ് എ ന്യൂ ഡിറക്ഷൻ. ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്നൊരു ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചിരുന്നത് എങ്കിൽ ആ ചിന്തയിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയെ പരമാവധി ഉപയോഗിക്കുന്ന രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് വി ഗോട്ട് ദ ബോട്ടം എനർജി. യെസ്, എന്താണ് നിങ്ങൾ മനസ്സിലൊരു ചോദ്യം ചോദിക്കുന്നത്, അതിന് ഉത്തരം ഇവിടെ യെസ് തന്നെയാണ്. ആൻഡ് റിലേഷൻഷിപ്പിൽ എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് എനർജി എന്തായിരിക്കും നിങ്ങളുടെ ഈ ഒരു മന്തിൽ എന്നുകൂടി നമുക്ക് നോക്കാം. പേജ് ഓഫ് വാണ്ട്സ്. പാഷൻ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. യു ആർ വർക്കിംഗ് ഓൺ യുവർ പാഷൻ. ഓക്കെ, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഫോമായി വരാൻ പോകുന്നത്. യെസ്, എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, സ്റ്റബേൺനെസ് നേച്ചറിൽ നിന്നും മാറ്റുക, സ്വഭാവത്തിൽ നിന്നും മാറ്റുക. ഒരു കാര്യത്തിൽ തന്നെ അടിയുറച്ചിങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം അത് കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അത് അക്നോളജ് ചെയ്യുക ആൻഡ് മൂവ് ഓൺ ചെയ്യുക. ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കൊടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നഷ്ടമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളിലേക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് വരാൻ പോകുന്നത്. ഈ ഒരു സമയം ആ റിലേഷൻഷിപ്പിലൊരു സ്റ്റക്ക് എനർജി കാണുന്നുണ്ട് എങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അത് വന്നു ചേരും. നിങ്ങളെ സ്വയം പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്റ്റക്നെസ് അവിടെ നിലനിൽക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും ആ സ്റ്റക്നെസ് അവിടെ കാണുന്നതിൻ്റെ ഒറ്റ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടെ പ്രിപ്പയർ ആവാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കൂടുതൽ നിങ്ങൾ ചിരിക്കാനായിട്ട് ശ്രമിക്കുക, നാരോ മൈൻഡഡ് ആവാതിരിക്കുക, ബ്രോഡ് മൈൻഡഡ് ആവുക. ആ ഫ്രീഡം കൊടുക്കുക, നിങ്ങൾക്ക് സ്വയം കൊടുക്കുക. 1 week ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു സമയം നല്ലതായിരിക്കും. നിങ്ങളുടെ എനർജി ഒന്ന് ക്ലെൻസ്ഡ് ആക്കാൻ നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ കംപ്ലീറ്റ് ടാരറ്റ് റീഡിംഗ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ഹീലിംഗ് ആണ് ആവശ്യം, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, ആൻസസ്റ്റർ ഹീലിംഗ്, എന്ത് തരത്തിലുള്ള കർമ്മ ഹീലിങ്സോ, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലിങ്സ്, മെഡിറ്റേറ്റീവ് ഗൈഡൻസ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 3 ദ മാജിഷ്യൻ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ജൂലൈ മന്ത് എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കുള്ള ഒറാക്കിൾ കാർഡ്സ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന
നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹീലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ കൺസൾട്ടിങ്ങും അവൈലബിൾ ആണ്. സ്പിരിച്വൽ ഹീലിങ്സും ഗൈഡഡ് മെഡിറ്റേഷൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സും ഡീറ്റെയിൽസും എല്ലാം ലഭ്യമാവുന്നതാണ്. എന്തൊക്കെ കാർഡ്സ് ആണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വി ഗോട്ട് ദ അസെൻഡൻറ്റ്. മജീഷ്യൻ ആണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത്. ഓക്കെ, and then we got playfulness. Okay, ace of materials, fulfillment, knight of voices, choices. Okay. Guilt. Okay, be bold and make the first move. Okay, and then we have affirmations. Then we got the nectar. You keep it here. ഓക്കെ, ഈ ഒരു മന്തിൽ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് ഇൻ എ വെരി ഓത്തൻറ്റിക് വേ. അതായത് ഇത്രയും നാൾ നിങ്ങൾ പല കാര്യത്തിൽ നിന്നും ഷൈ അവേ ചെയ്തിരിക്കുന്നു എങ്കിൽ ഇറ്റ് ഇസ് ഗോ ഗെറ്റ് ടൈമാണ് ഇനി വരാൻ പോകുന്നത് ഈ ഒരു മാസം. കാരണം ഒരു ഉദിച്ചു വരുന്ന ഒരു സൂര്യൻ്റെ പ്രഭാവത്തോടു കൂടിയിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ്. എവിടെയും വിജയിക്കാൻ നിൽക്കുന്ന ഒരു എനർജി, ഒരു പുതിയ തുടക്കമുള്ള ഒരു എനർജി, വളരെയധികം ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഉണ്ടാവേണ്ട ഒരു സമയം. അതുകൊണ്ട് തന്നെ എടുത്ത ചാട്ടങ്ങൾ ആവശ്യമില്ലാത്തൊരു സമയം, എന്നാൽ വളരെ കാമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം, അതിനുവേണ്ടി ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. അതിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹീലിംഗ് ആണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തിൽ നിന്നാണ് നിങ്ങളിപ്പോൾ ഹീല് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഗിൽറ്റിൽ നിന്നും. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഗിൽറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാരം നിങ്ങളെ ഇതുപോലെ പറന്നുയരാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഗിൽറ്റ് ആദ്യം കഴുകി കളയുക. ഐ റിലീസ് എനി ബിലീഫ് ദാറ്റ് നോ ലോങ്ങർ അസിസ്റ്റ് ഇൻ മൈ സോൾസ് ഗ്രോത്ത്. ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് ഗിൽറ്റിൻ്റെ രൂപത്തിലാണെങ്കിലും നിങ്ങളത് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കലി ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ന്യൂ പോസിറ്റീവ് എനർജി നിങ്ങളിൽ വരാൻ പോവാണ്. ഈവൻ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഫിനാൻസ് നിങ്ങളെ തേടി വരാൻ പോവാണ്. അവിടെയൊക്കെ നിങ്ങൾ എടുക്കുന്ന ചോയ്സ് നിങ്ങളുടെ ഫ്യൂച്ചറിന് ഗുണകരമായിട്ടുള്ള ചോയ്സ് ആയിരിക്കണം. വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഫ്രൂട്ട്സ് ബെയർ ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് കുറച്ച് ക്രെഡിറ്റും കൂടെ നിങ്ങൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കാം, റിലാക്സ് ചെയ്യാം. ലെഷർ ടൈം ട്രിപ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. റോഡ് ട്രിപ്സ്, സ്പെഷ്യലി ലൈക്ക് എ സെലിബ്രേഷൻ, ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങളൊരു പെയിൻറ്റർ ആയിരിക്കാം, നിങ്ങളുടെ ആ പാഷനെ ഒന്നും വിട്ട് കളയാതിരിക്കുക. നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു ആനന്ദമാണ് നിങ്ങളുടെ പാഷനായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടാലൻസും സ്കിൽസും ഒക്കെ. നിങ്ങളത് ഹോബിയായിട്ട് കൊണ്ട് നടക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്ത് എങ്ങനെയാണെങ്കിലും നിങ്ങൾ അതിനെ കൂടെ ചേർത്ത് കൊണ്ട് നടക്കുക. അതാണ് നിങ്ങൾക്ക് ഹീലിംഗ് തരിക. കാരണം അത് നിങ്ങൾക്കൊരു നെക്ടർ പോലെയാണ്. നിങ്ങളുടെ പാഷൻ എന്നാണ് പറയുന്നത്. നെക്ടർ എന്താണ്? നമ്മൾ അമൃത് എന്ന് പറയും. അമൃത് പാനം ചെയ്യുന്ന ഒരു വ്യക്തി അമരനാകും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ആത്മാവിൻ്റെ, ജീവിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ മരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അതായത്
നിങ്ങളുടെ ആത്മാവിനൊരു പുതുജീവൻ നൽകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ ഇവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്, പാഷൻ ഉണ്ട്. ആൻഡ് ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. ഇനിഷ്യേറ്റീവ്സ് എടുക്കുക. ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് പല കാര്യത്തിൻ്റെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക, അതിന് മടിക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഫർമേഷൻസും യൂസ് ചെയ്യാവുന്നതാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള ഒരു എനർജി നിങ്ങളിൽ ഈ സമയമുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് കർമ്മകളിൽ നിന്നും മുക്തരായിരിക്കുകയാണ്. ദിസ് ഈസ് വെരി പോസിറ്റീവ് കാർഡ്സ് ദാറ്റ് വി ഗോട്ട്. അതിലെടുത്ത് പറയുക, നമ്മൾ മജീഷ്യൻ ആൻഡ് ദ അസെൻഡൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വയം അധ്വാനം കൊണ്ട് നിങ്ങളൊരു നിലയിലെത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പൊസിഷനിലെത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. നിങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ. അങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി പുറകിലേക്ക് വലിഞ്ഞ് നിൽക്കണം എന്നുള്ളത് സ്വയം ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ആൻഡ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. ഏഞ്ചൽസ് ഇപ്പം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഓക്കെ, വെയിറ്റ് and it's up to you. If you believe abundance, yes, നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ടുണ്ടായിരുന്ന ഒരു ജീവിതത്തിലെ തടസ്സം ഇവിടെ നീങ്ങാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ്. ആ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ അബണ്ടൻസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങളിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യപ്പെടാൻ പോകുന്നത് നിങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് പാസ്റ്റിലുണ്ടായ കാര്യങ്ങളോട് നിങ്ങൾക്ക് പറയാം, വെയിറ്റ്, അവിടെ നിൽക്കട്ടെ, ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് പറയാം. യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു മാസം എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് ലോസ് ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ആ ഒരു മെമ്മറിയാണ് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് ആണോ എന്നൊക്കെ ഓർത്ത് ഗിൽട്ട് ഉണ്ടാകുന്നത് എങ്കിൽ നോ, നിങ്ങൾക്കിപ്പോൾ റിലാക്സ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കത് ആവശ്യമില്ലാത്ത എനർജി ആയതുകൊണ്ടാണ് അത് നിങ്ങളിൽ നിന്നും പോയിട്ടുള്ളത്. അത് നിങ്ങൾക്കൊരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് തരുന്നുണ്ട്, നിങ്ങളെ സ്റ്റക്ക് ആക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മാറുക. യെസ്, ഇവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഇവിടെ വല്ലാത്ത രീതിയിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. വി അഗൈൻ ഗോട്ട് ലോസ്. റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ഒരു ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും റിലേഷൻഷിപ്സ് ആണെങ്കിലും ഈ ഒരു മന്ത് നിങ്ങളുടെ ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്നും പോകും. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, കാരണം അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടാത്തതായതുകൊണ്ടാണ്. ആൻഡ് വി ഗോട്ട് 7 of Cups. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള, നിങ്ങളെ സഹായിക്കുന്നതായിട്ടുള്ള ആൾക്കാർ, നിങ്ങളെ മനസ്സിലാക്കുന്നതായിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ ഒരു സഹായം നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ വരുന്നത്. യെസ്, സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു ജൂലൈ മന്ത് റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യുക, ഹീലിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.